السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والوفاء. أما بعد، فيقول الله سبحانه جل في علاه في سورة البقرة من كتابه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. وقال رسول الله صلى الله عليه وسلم فيما روى عنه البخاري ومسلم في صحيحيهما عن عبد الله بن مسعود رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: لا حسد إلا في اثنين: رجل آتاه الله مالا فسلطه على هلكته في الحق، ورجل آتاه الله حكمة فهو يقضي بها ويعلمها. وصدق رسوله الكريم صلى الله عليه وسلم. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകപ്രസിദ്ധ ഇസ്ലാമിക അധ്യാത്മശാസ്ത്ര ഗ്രന്ഥമായ അൽ ഹികമുൽ അതാഇയ്യ അഥവാ കിതാബുൽ ഹികം ആധാരപ്പെടുത്തിയുള്ള ഒരു പഠന പരമ്പരയാണിത്. ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് ഒക്കെയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. കിതാബുൽ ഹികം എന്ന് പറഞ്ഞാൽ തത്വോപദേശങ്ങളുടെ ഒരു ഗ്രന്ഥമാണ്. ഹിക്മത്ത് എന്ന പദത്തിൻ്റെ ബഹുവചന രൂപമാണ്, പ്ലൂരൽ ഫോമാണ് ഹികം. ഹിക്മത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തത്വജ്ഞാനം, തത്വോപദേശം എന്നൊക്കെ വിവക്ഷിക്കാം. വിശുദ്ധ ഖുർആനിലും ഹദീസിലും അറബി സാഹിത്യത്തിലും ഭാഷയിലുമൊക്കെ ഹിക്മത്ത് എന്ന പദത്തിന് വളരെ വ്യാപകമായ അർത്ഥ കൽപ്പനകൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒറ്റവാക്കിൽ നമുക്ക് ഇവിടെ ഹിക്മത്ത് എന്ന പദത്തെ തത്വോപദേശമെന്നോ തത്വജ്ഞാനമെന്നോ വിവക്ഷിക്കാവുന്നതാണ്. കിതാബുൽ ഹികം 264 തത്വോപദേശങ്ങൾ, തത്വജ്ഞാനങ്ങൾ കോർവയായി കോർത്തിണക്കപ്പെട്ട ഒരു തത്വജ്ഞാന സംഹിതയാണ് കിതാബുൽ ഹികം. ലോകത്ത്, വിശിഷ്യ ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ട മതവിജ്ഞാന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടം കിതാബുൽ ഹികമിന് സമ്പാദിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കിതാബുൽ ഹികമിൻ്റെ പഠന പരമ്പരയിൽ ആദ്യം ആ ഗ്രന്ഥത്തെക്കുറിച്ചും ആ ഗ്രന്ഥം വൈജ്ഞാനിക ലോകത്തിന് സമർപ്പിച്ച മഹാനുഭാവനായ ഗ്രന്ഥകാരൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന മഹാരഥനെക്കുറിച്ചുമുള്ള ഒരാമുഖമാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കുന്നത്. കിതാബുൽ ഹികം ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട, വൈജ്ഞാനിക ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ ഗ്രന്ഥമാണ്. കിതാബുൽ ഹികമിന് ആഗോള വൈജ്ഞാനിക ഭൂപടത്തിൽ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു കാര്യം അതിനെഴുതപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ വൈപുല്യമാണ്. മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് ഇത്രത്തോളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. സാധാരണഗതിയിൽ ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ടെങ്കിലും ഇത്രയേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തുലോം വിരളമാണ്. കിതാബുൽ ഹികമിന് അറബി ഭാഷയിൽ മാത്രം 41 ഷറഹുകൾ, വ്യാഖ്യാന കൃതികൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണ് വളരെ അത്ഭുതാവഹമായിട്ടുള്ള, കൗതുകകരമായി നമുക്ക് ലഭിക്കുന്ന ഒരു അറിവ്. ഈ 41 വ്യാഖ്യാന കൃതികളിൽ വ്യാഖ്യാതാക്കളിൽ അഹമ്മദു സറൂഖ് എന്ന ഹികം വക്താവും പെടും, ഹികം വ്യാഖ്യാതാവും പെടും. കൗതുകകരമായൊരു കാര്യം, ഈ അഹമ്മദു സറൂഖ് എന്ന ഹികം വ്യാഖ്യാതാവിനു മാത്രമായി 37 ഹികം വ്യാഖ്യാന കൃതികളുണ്ട്. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, കിതാബുൽ ഹികമിന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ രചിച്ച കിതാബുൽ ഹികമിന്, അൽ ഹികമുൽ അതാഇയ്യക്ക് അറബി ഭാഷയിൽ മാത്രം പ്രസിദ്ധവും പ്രശസ്തവുമായ 41 വ്യാഖ്യാന കൃതികളുണ്ടെങ്കിൽ
അവയിൽ ഒന്നായി ഗണിക്കപ്പെടുന്ന ഷറഹു അഹ്മദ് സറൂഖ് എന്ന മഹാൻ രചിച്ച വ്യാഖ്യാനം 37 ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. 37 വ്യാഖ്യാന കൃതികൾ കിതാബുൽ ഹിക്കമിൻ്റെ വ്യാഖ്യാനത്തിൽ മാത്രമായി ഒരൊറ്റ പണ്ഡിതൻ അഹ്മദ് സറൂഖ് എന്ന മൊറോക്കോക്കാരനായ ദിഷണാശാലി രചിച്ചു വെച്ച് കടന്നുപോയി എന്നത് കിതാബുൽ ഹിക്കമിൻ്റെ സ്വീകാര്യത, അത് വൈജ്ഞാനിക ലോകത്ത് ചെലുത്തിയ അനൽപമായ അനിതര സാധാരണമായ സ്വാധീനമാണ് വിളിച്ചോതുന്നത്. കിതാബുൽ ഹിക്കമിന് 41ഓളം വ്യാഖ്യാന കൃതികൾ എഴുതപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. കൗതുകകരമായ മറ്റൊരു കാര്യം, കിതാബുൽ ഹിക്കമിലെ തത്വോപദേശങ്ങളും തത്വജ്ഞാനങ്ങളും എല്ലാം പദ്യങ്ങളായി കോർവയായി ശേഖരിച്ച് പദ്യങ്ങളായി ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്യകൃതികൾ, കിതാബുൽ ഹിക്കമിലെ ഹിക്മത്തുകൾ പദ്യവൽക്കരിച്ചുകൊണ്ട് എഴുതപ്പെട്ട കൃതികളുമുണ്ട്. 1ഉം 2ഉമല്ല, 5ഓളം പ്രശസ്തമായ കൃതികൾ, പ്രസിദ്ധി നേടിയവ തന്നെയുണ്ട്. വൈജ്ഞാനിക ലോകത്തിൻ്റെ ശ്രദ്ധയിലും പ്രസിദ്ധിയിലും എത്തിച്ചേരാത്ത ഗ്രന്ഥങ്ങൾ വേറെയും ഉണ്ടായിരിക്കാം. കിതാബുൽ ഹിക്കമിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളെ പദ്യവൽക്കരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. കൗതുകകരമായ മറ്റൊരു കാര്യം കിതാബുൽ ഹിക്കമിനെ സംബന്ധിച്ചിടത്തോളം, കിതാബുൽ ഹിക്കമിലെ ഹിക്മത്തുകളെ ക്രമബദ്ധമായി അദ്ദേഹം എണ്ണമിട്ട് നിരത്തിയിരിക്കുകയാണല്ലോ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. ആ എണ്ണങ്ങൾ ക്രമീകരിക്കുന്നതിൽ, അതിൻ്റെ നമ്പറിങ്ങിൽ, ഓരോ ഹിക്മത്തിനും അതിൻ്റെതായ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ, ക്രമബദ്ധമായി എണ്ണങ്ങൾ നിശ്ചയപ്പെടുത്തുന്നതിൽ, നിശ്ചയിച്ചിരിക്കുന്നതിലുള്ള ഹിക്മത്തുകളും അതിലുള്ള തത്വങ്ങളും അതിലെ സന്ദേശങ്ങളും അതിൻ്റെ ഉൾപ്പൊരുളുകളും മാത്രം വിഷയീഭവിച്ച പഠനങ്ങളും ഗ്രന്ഥരചനകളും വേറെയും നടന്നിട്ടുണ്ട്. അത്തർഖീമു ഫി കിതാബുൽ ഹിക്കം, കിതാബുൽ ഹിക്കമിലെ തർഖീം, അതിൻ്റെ നമ്പറിങ്, ഇതുമാത്രം ഗവേഷണ വിഷയങ്ങളായിരുന്നിട്ടുണ്ട് എന്നർത്ഥം. ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥരചനകൾ നടന്നിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ അറബ് ലോകത്ത്, ഇസ്ലാമിക പണ്ഡിത ലോകത്ത് കിതാബുൽ ഹിക്കം രചിക്കപ്പെട്ട ആ കാലഘട്ടം തൊട്ട് ഇന്നോളം ഒട്ടനേകം ഗ്രന്ഥങ്ങൾ കിതാബുൽ ഹിക്കമിനെ ചുറ്റിപ്പറ്റി അതിനെ ഉപജീവനം ചെയ്യപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ പ്രാമാണികതയും അതിൻ്റെ മഹത്വവും വിളിച്ചോതുന്നു. ഹിജറ വർഷം 709 ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ വിയോഗം, അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ആ കാലഘട്ടം തൊട്ട് ഇന്നോളം ഹിജറ 15-ാം നൂറ്റാണ്ടിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ 15-ാം നൂറ്റാണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിലായി വ്യത്യസ്ത ദേശക്കാരായ, വ്യത്യസ്ത ഭാഷക്കാരായ, വ്യത്യസ്ത കാലക്കാരായ ദിശനാശാലികളായ പണ്ഡിതന്മാർ കിതാബുൽ ഹിക്കമിനെ ആസ്പദിച്ച് ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അറബി ഭാഷയിൽ മാത്രമല്ല, മറ്റു ലോകഭാഷകളിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ, അതുപോലെ ഫ്രഞ്ച് ഭാഷയിൽ, ജർമ്മൻ ഭാഷയിൽ, സ്പാനിഷ് ഭാഷയിൽ, ടർക്കിഷ് ഭാഷയിൽ, ഉറുദു ഭാഷയിൽ, നമ്മുടെ മലയാളം ഭാഷയിൽ പോലും ഒട്ടനേകം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കിതാബുൽ ഹിക്കമിന് വ്യാഖ്യാനങ്ങളായി, വിശദീകരണങ്ങളായി പ്രകാശിതമായിട്ടുണ്ട് എന്ന വസ്തുത ഈ ഗ്രന്ഥത്തിൻ്റെ സ്വീകാര്യത, നൂറ്റാണ്ടുകളിലൂടെ അത് നേടിയെടുക്കുന്ന ജനകീയത വിളിച്ചോതുന്ന മറ്റൊരു വസ്തുതയാണ്. കിതാബുൽ ഹിക്കം പാശ്ചാത്യ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദൈക്ഷണിക ഗ്രന്ഥമാണ്. ഒട്ടേറെ ഫിലോസഫേഴ്സിന്, തത്വജ്ഞാനികൾക്ക്, തത്വശാസ്ത്രജ്ഞന്മാർക്ക്, ബുദ്ധിജീവികൾക്ക്, എഴുത്തുകാർക്ക് പ്രചോദനവും അവർക്ക് ഇഷ്ടവിഭവവും ആയിരുന്നിട്ടുണ്ട് കിതാബുൽ ഹിക്കം. ഉദാഹരണങ്ങളായി 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് ഇവിടെ പരാമർശിക്കാം. പ്രസിദ്ധ സ്പാനിഷ് ഫിലോസഫറായിരുന്നു മിഗ്വൽ ആസിൻ പലാഷ്യോസ് എന്ന ദിശനാശാലി. ക്രിസ്തുവർഷം 1871 ജനിക്കുകയും 1944 മരണമടയുകയും ചെയ്ത ഇദ്ദേഹം, മിഗ്വൽ ആസിൻ പലാഷ്യോസ് എന്ന സ്പാനിഷ് ഫിലോസഫർ, കിതാബുൽ ഹിക്കമിനെ കുറിച്ച് വളരെ ആധികാരികമായ ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തത്വജ്ഞാനിയാണ്, ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹം 1932 സ്പാനിഷ് നഗരമായ, സ്പെയിനിലെ പ്രശസ്ത നഗരമായ മാഡ്രിഡിൽ വെച്ച് ഒരു ഗവേഷണ പ്രബന്ധം പ്രകാശിപ്പിക്കുകയുണ്ടായി. ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ആധാരം കിതാബുൽ ഹിക്കമായിരുന്നു. കിതാബുൽ ഹിക്കമിലെ പ്രതിപാദ്യ വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രബന്ധത്തിൻ്റെ ഗവേഷണ വിഷയം. മാത്രമല്ല, അദ്ദേഹം ഈ പ്രബന്ധത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ ലോകത്ത് വളരെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്പാനിഷ്
ക്രൈസ്തവ മതാചാര്യനായിരുന്നു. ജോൺ ഓഫ് ദ ക്രോസ് എന്ന് ഇംഗ്ലീഷിലും യോഹന്ന സ്വലീബി എന്നോ ഒക്കെ അറബിയിലും പ്രസിദ്ധനായ അല്ലെങ്കിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ജോൺ ഓഫ് ദ ക്രോസ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ, നിലപാടുകളെ പൗരോഹിത്യ സംബന്ധമായും ആത്മീയ ജീവിത സംബന്ധമായും ആധ്യാത്മ ശാസ്ത്ര വിഷയ സംബന്ധമായുമൊക്കെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തിയെടുത്തത്, അതിനെ വളരെ അഗാധമായി നിർണായകമായ സ്വാധീനം അതിൽ ചെലുത്തിയത് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളും അവരുടെ കിതാബുൽ ഹികമുമായിരുന്നു എന്ന് ഇദ്ദേഹം ഈ പ്രബന്ധത്തിലൂടെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് അമേരിക്കൻ ഗവേഷകൻ വിക്ടർ വാണർ എന്ന പ്രസിദ്ധനായ അമേരിക്കൻ ഗവേഷകൻ. വിശ്വപ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് നേടി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ PhDക്ക് ആധാരമായ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ വിഷയം കിതാബുൽ ഹൈക്കമായിരുന്നു. കിതാബുൽ ഹൈക്കമിന് ആധികാരികമായ ഒരു പഠനവും കിതാബുൽ ഹൈക്കമിന് പ്രൗഢമായ ഒരു ഇംഗ്ലീഷ് തർജ്ജമയും രചിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഗവേഷകനായ ഈ വിക്ടർ വാണർ. അതുപോലെ തന്നെ കിതാബുൽ ഹൈക്കമിനെ പഠിക്കാനും അതിൽ ഗവേഷണം നടത്താനും മുന്നോട്ട് വന്ന മറ്റൊരു ഗവേഷകനായിരുന്നു ബ്രിട്ടീഷ് ഫിലോസഫറായിരുന്ന ആർതർ ജോൺ ആർബറി എന്ന് പറയുന്ന പ്രശസ്തനായ ഫിലോസഫർ. 1905 ജനിക്കുകയും 1969 മരണമടയുകയും ചെയ്ത ഈ ബ്രിട്ടീഷ് ഫിലോസഫർ കിതാബുൽ ഹൈക്കമിന് വളരെ പ്രൗഢമായ ഒരു ഇംഗ്ലീഷ് പരിഭാഷ രചിച്ച് അത് വൈജ്ഞാനിക ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഇങ്ങനെ യൂറോപ്യൻ, അമേരിക്കൻ ലോകങ്ങളിൽ ഒക്കെ കിതാബുൽ ഹൈക്കം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ജനതതികളെ സ്വാധീനിച്ചിട്ടുണ്ട് കിതാബുൽ ഹൈക്കം. പല സംസ്കാരങ്ങളിൽ, പല ജീവിത ദർശനങ്ങളിൽ, പല ജീവിത കാഴ്ചപ്പാടുകളിൽ ജീവിച്ചുപോയ വ്യത്യസ്ത കാലക്കാരും വ്യത്യസ്ത ദേശക്കാരും വ്യത്യസ്ത ഭാഷക്കാരുമായ ദിശനാശാലികളെ, വിജ്ഞാന കുതുകികളെ ഏറെ പ്രചോദിപ്പിച്ച, അവരെ ഏറെ അമ്പരപ്പിച്ച ഒരു വലിയ ദൈക്ഷണിക വിപ്ലവമായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ദൈക്ഷണിക സംഭാവനയായിരുന്നു മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ കിതാബുൽ ഹൈക്കം എന്ന പ്രൗഢമായ നിസ്തുല കൃതി. കിതാബുൽ ഹൈക്കമിന് എഴുതപ്പെട്ട ഷർഹുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു. പല രാജ്യക്കാരായ പണ്ഡിതന്മാർ, മൊറോക്കോ, ഈജിപ്ത്, സിറിയ, മക്ക, മദീന, യമൻ, അതുപോലെ ഇന്ത്യ, ഇങ്ങനെ ഇറാഖ്, ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ, ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പുറമെയുള്ള രാജ്യങ്ങളിലും ഒട്ടേറെ വ്യാഖ്യാതാക്കൾ കിതാബുൽ ഹൈക്കമിന് കടന്നു വന്നിട്ടുണ്ട്. കിതാബുൽ ഹൈക്കമിനെ വ്യാഖ്യാനം ചെയ്യാനും കിതാബുൽ ഹൈക്കമിന് ഉപജീവനം ചെയ്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതാനും എന്ന വിഷയം കിതാബുൽ ഹൈക്കമിന് ലോക സമൂഹത്തിൽ, വൈജ്ഞാനിക ലോകത്ത് നേടിയെടുക്കാനായ സ്വാധീനത്തിൻ്റെ വ്യാപ്തി വിളിച്ചോതുന്നു. 264 ഹിക്മത്തുകളാണ് കിതാബുൽ ഹൈക്കമിൽ കോർവയോടെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരുപാട് ഉൾക്കാഴ്ചകൾ ആത്മീയ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയചാരികൾക്ക് ആത്മസംസ്കരണത്തിൻ്റെ വലിയ പാഠങ്ങളും ആത്മസംസ്കരണത്തിൻ്റെ വലിയ ദർശനങ്ങളും ഉൾക്കാഴ്ചകളും നൽകുന്ന ഹിക്മത്തുകളാണ്, തത്വോപദേശങ്ങളാണ്, തത്വജ്ഞാനങ്ങളാണ് കിതാബുൽ ഹൈക്കമിൽ ഉടനീളം മഹാനായ ഗ്രന്ഥകാരൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ വളരെ കോർവയോടെ കോർത്തിണക്കിയിരിക്കുന്നത്. കിതാബുൽ ഹൈക്കമിനെ പറയുമ്പോൾ നമുക്ക് ആദ്യമായി കിതാബുൽ ഹൈക്കം രചിച്ച അതിൻ്റെ രചയിതാവിനെ കുറിച്ച് പറയേണ്ടി വരുന്നു. ആ ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യവും അതാണ്. ആരായിരുന്നു ആ ഗ്രന്ഥ രചയിതാവ്? കിതാബുൽ ഹൈക്കമിൻ്റെ രചയിതാവിൻ്റെ ഒരു ലഘു പരിചയം അവസരോചിതവും സംഗതവുമാണ്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ആയിരുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ ഇമാം താജുദ്ദീൻ അബുൽ ഫളിൽ അഹ്മദ് ഇബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഇബിൻ അബ്ദുൽ റഹ്മാൻ ഇബിൻ അബ്ദില്ല ഇബിൻ അഹ്മദ് ബിൻ ഈസ ബിൻ അൽ ഹുസൈൻ ഇബിൻ അതാഇല്ലാഹി സിക്കന്ദരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അഹ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ നാമം. അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം. സംക്ഷിപ്തമായി അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പേരും ചേർത്ത് വെച്ചാൽ, അങ്ങനെയാണ് അറബികൾ പൊതുവെ പേര് പറയുമ്പോൾ ഇസ്മുൽ കാമിൽ, പൂർണ്ണനാമം എന്ന് അറബിയിൽ പൊതുവെ പറയാം.
വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരും ആ വ്യക്തിയുടെ പിതാമഹൻ്റെ പേരും ചേർത്തുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം എന്ന് അദ്ദേഹത്തിൻ്റെ പേര് പരിചയപ്പെടാൻ കഴിയും. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വല്ലിപ്പമാരുടെ കൂട്ടത്തിൽ, പ്രപിതാക്കളുടെ കൂട്ടത്തിൽ അതാഉല്ല എന്ന് പറഞ്ഞ ഒരു മഹാമനീഷി ജീവിച്ചിരുന്നു. ആ അതാഉല്ല എന്ന വല്ലിപ്പയിലേക്ക് ചേർത്താണ്, ആ പ്രപിതാവിൻ്റെ പിതാമഹൻ്റെ പേരിലേക്ക് ചേർത്താണ് ഇബ്നു അതാഇല്ല, അതാഉല്ലാന്റെ പൗത്രൻ, അതാഉല്ലാന്റെ മകൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് പേര് വന്നത്. ഇതുപോലെ എന്ന് വെച്ചാൽ ഇമാമുന ഷാഫിഈ റഹിമഹുല്ല, അദ്ദേഹത്തിന് ഷാഫിഈ എന്ന് പേരിന് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരുടെ കൂട്ടത്തിൽ ഷാഫി എന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു എന്നതുകൊണ്ടാണല്ലോ. ഷാഫി ഇമാമിൻ്റെ പേര് മുഹമ്മദാണ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇദ്രീസാണ്. ഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന ഇമാം ഷാഫിഈ റഹിമഹുല്ല ആ പേരിൽ, ഷാഫിഈ എന്ന പേരിൽ പ്രസിദ്ധനാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അജിദാദിൻ്റെ കൂട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ വല്ലിപ്പമാരുടെ കൂട്ടത്തിൽ, പിതാമഹന്മാരുടെ കൂട്ടത്തിൽ ഒരു ഷാഫി എന്ന ഒരു മഹാനുള്ളത് കൊണ്ടാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിക്ക് ഈ പേര് വരാനുള്ള കാരണം അതാഉല്ല എന്ന് പറയുന്നൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ചുരുക്കം. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് ഇസ്ലാമിക ലോകം, പണ്ഡിത ലോകം സമ്മാനിച്ച സ്ഥാനപ്പേരുകളും അപരനാമങ്ങളും അഭിധാനങ്ങളും ആ മഹത്വത്തിൻ്റെ അടയാളങ്ങളും സാക്ഷ്യപ്പെടുത്തലുകളുമാണ്. അദ്ദേഹത്തിനെ പണ്ഡിത ലോകം വിളിച്ച പല നാമങ്ങളിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. താജുദ്ദീൻ, തർജമാനുൽ ആരിഫീൻ, ലിസാനുസ് സാദിഖീൻ, ഖുതുബുൽ ആരിഫീൻ, മുർഷിദുസ് സാലിക്കീൻ, മുർഷിദുൽ വാസിലീൻ തുടങ്ങിയ അനേകം അപരനാമങ്ങളിൽ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ സുപരിചിതനാണ് പണ്ഡിത ലോകത്ത്. താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ കിരീടം എന്നർത്ഥം, ഇസ്ലാം മതത്തിൻ്റെ കിരീടം. തർജമാനുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ആത്മജ്ഞാനം നേടിയ ആത്മജ്ഞാനികളുടെ ദ്വിഭാഷി എന്ന് പറഞ്ഞ ആത്മജ്ഞാനികൾ ലോകത്തോട് സംവദിച്ചത് ഇദ്ദേഹത്തിലൂടെയാണ്. ആത്മജ്ഞാനികളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹമാണ്. ആത്മജ്ഞാനത്തെ ലോകത്തിന് സുപരിചിതമാക്കിയത് അദ്ദേഹമാണ്. ആത്മജ്ഞാനികളുടെ ദ്വിഭാഷി എന്ന വിവർത്തകനെന്ന് ഈ പറഞ്ഞ വാക്കിനർത്ഥം. ലിസാനുസ് സാദിഖീൻ, സൽവൃത്തരുടെ, സത്യസന്ധരുടെ നാവ്, അവരുടെ സ്പോക്സ്മാൻ, സ്റ്റേറ്റ്സ്മാൻ, അവരുടെ അംബാസഡർ എന്നൊക്കെ ഇതിന് നമുക്ക് ആധുനിക ഭാഷയിലെ പദാവലികൾ ഉപയോഗപ്പെടുത്തി നമുക്ക് വിവക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഖുതുബുൽ ആരിഫീൻ, ആത്മജ്ഞാനികളുടെ അച്യുതണ്ട്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയാണ് ആത്മജ്ഞാനം ആ കാലഘട്ടത്തിൽ കറങ്ങിയിരുന്നത് എന്നർത്ഥം. അതുപോലെ മുർഷിദുസ് സാലിക്കീൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആത്മീയ പാതയിലെ സഞ്ചാരികളുടെ വഴികാട്ടിയും മാർഗദർശകനുമായിരുന്നു അദ്ദേഹം. മഹാനവറുകളെ വിശേഷിപ്പിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒട്ടനേകം പണ്ഡിതന്മാർ വളരെ വലിയ മഹത്വം നിറഞ്ഞ വാക്കുകളിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഇമാം ഷാറാനിയെപ്പോലെ, ഇമാം ദഹബിയെപ്പോലെ, ഇമാം ഇബ്നു അബ്ബാദിനെ പോലെയുള്ള, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അജീബയെ പോലെയുള്ള മഹാന്മാരൊക്കെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെപ്പറ്റി പറയുമ്പോൾ അവർക്ക് 100 നാക്കാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മതിപ്പോടുകൂടിയും ബഹുമാനാദരവുകളോടുകൂടിയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അജീബ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഹുവൽ ഇമാം താജുദ്ദീൻ വതർജമാനുൽ ആരിഫീൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നാം പറഞ്ഞ വിശേഷണങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് ഇബ്നു അജീബ. എന്നിട്ട് പറയുന്നു ഹുവ ഉഅജൂബത്തു സമാനിഹി വനുഖ്ബത്തു അസ്രിഹി വഅവാനി. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന് പറഞ്ഞ മഹാൻ ആ കാലഘട്ടത്തിന്, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൻ്റെ വിസ്മയമാണ്. ഉഅജൂബത്തു സമാനി, അദ്ദേഹം ജീവിച്ചുപോയ കാലഘട്ടത്തിൻ്റെ അത്ഭുതമായിരുന്നു അദ്ദേഹം. വനുഖ്ബത്തു അസ്രി, ആ യുഗത്തിൻ്റെ ഒരു കടഞ്ഞെടുത്ത സത്തായിരുന്നു അദ്ദേഹം. വഅവാനി, ആ യുഗത്തിൻ്റെ, ആ കാലഘട്ടത്തിൻ്റെ. അങ്ങനെ ഒട്ടനേകം മഹാന്മാർ. അഹമ്മദു സറൂഖ് എന്ന 37ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കിതാബുൽ ഹികമിന് അൽ ഹികമുൽ അതായിയ്യക്ക് രചിച്ച അഹമ്മദു സറൂഖ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മഗ്രിബി പണ്ഡിതനായിരുന്ന, മൊറോക്കൻ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഹിജ്റ വർഷം 899 വഫാത്തായി. അദ്ദേഹം പറയുന്നുണ്ട് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഹുവ ഷെയ്ഖുൽ ഇമാം അൽ ആലിമുൽ ആമിൽ അൽ ആരിഫുൽ മുഹഖിഖുൽ കാമിൽ. എത്ര സുന്ദരമായ അഭിധാനങ്ങളും വിശേഷണങ്ങളുമാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഇമാമാണ്, ആലിം, വലിയ വഴികാട്ടിയാണ്, മാർഗദർശിയാണ്, പണ്ഡിതനാണ്. ഇൽമൊത്തവരും ആ ഇൽമിനൊത്ത അമലുള്ളവരുമാണ്. മാരിഫത്തിൻ്റെ ആളാണ്. അൽ ആരിഫ്, മാരിഫത്തുടയവരാണ്, ആത്മജ്ഞാനിയാണ്. അൽ മുഹഖിഖുൽ കാമിൽ, വൈജ്ഞാനിക ലോകത്ത് ഒരുപാട് സമ്പൂർണതകളുള്ള വലിയ മഹാനായിരുന്നു അദ്ദേഹം എന്ന് ഇമാം അഹമ്മദു സറൂഖ് വിശേഷിപ്പിക്കുന്നു. ഇബ്നു അബ്ബാദിന്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയെ ഇബ്നു അബ്ബാദ് തങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഹുവൽ ഇമാമുൽ മുഹഖിഖുൽ വലിയുർ റബ്ബാനി. ഇങ്ങനെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ മഹത്വം വിശേഷിപ്പിക്കുന്ന ഒട്ടനേകം മഹൽ വചനങ്ങൾ, പരിചയപ്പെടുത്തലുകൾ, അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ ഒട്ടനേകം പണ്ഡിതന്മാർ
ഇബ്നു അതാഉല്ലാഹു സിക്കന്ദരിയുടെ കാലക്കാരും അതിനുശേഷം വന്നവരുമായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ മഹത്വവും വലിപ്പവുമാണ്, ആ വ്യക്തിത്വത്തിൻ്റെ ഗരിമയാണ് ഈ വാക്കുകളിലൊക്കെ നമ്മൾ മുഴച്ചു കാണുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന നാഴികക്കല്ലുകൾ മാത്രം പറയാം. അദ്ദേഹത്തിൻ്റെ ജനനം നടക്കുന്നത് ഈജിപ്തിലാണ്, അലക്സാൻഡ്രിയയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അലക്സാൻഡ്രിയ ഇന്ന് ലോക ഭൂപടത്തിൽ അറിയപ്പെടുന്നത് അതൊരു ടൂറിസത്തിൻ്റെ വലിയ സങ്കേതമായിട്ടാണെങ്കിൽ, വിനോദത്തിനും ടൂറിസത്തിനും ഒക്കെ പേരുകേട്ട രാജ്യമാണ് ഇന്ന് മിസ്റിലെ അലക്സാൻഡ്രിയ എന്ന പ്രദേശമെങ്കിൽ, പോയ ശതകങ്ങളിൽ വൈജ്ഞാനിക ലോകത്ത് വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ഒട്ടനേകം മഹാന്മാരായ യുഗപുരുഷന്മാരുടെ കാൽപാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണായിരുന്നു അലക്സാൻഡ്രിയ. മഹാനായ അബുൽ ഹസൻ ഷാദുലി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അബുൽ അബ്ബാസുൽ മുർസി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നമ്മുടെ സ്മര്യ കഥാപുരുഷൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി, അവരുടെ ശിഷ്യൻ അബുൽ ഹസൻ തഖിയുദ്ദീൻ സുബ്കി തുടങ്ങിയുള്ള ഒട്ടനേകം മഹാന്മാരുടെ ദൈക്ഷണികമായ ഇടപെടലുകളും അവരുടെ വലിയ വലിയ ജീവിതങ്ങളും കണ്ട ആ ജീവിത യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഭൂപ്രദേശമായിരുന്നു അലക്സാൻഡ്രിയ. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ജന്മം കൊള്ളുന്നത്, അദ്ദേഹം ജനിക്കുന്നത് ഹിജറ വർഷം 640 ഒരഭിപ്രായ പ്രകാരം. പ്രബല വർഷപ്രകാരം 658 ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ജീവിതരേഖ ചെറുതായിട്ടൊന്ന് നമ്മൾ വീക്ഷിക്കുകയാണ്. ഹിജറ വർഷം 658 അദ്ദേഹത്തിൻ്റെ ജന്മം നടന്നത് എന്നാണ് പ്രബലമായ ചരിത്രപക്ഷം. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജറ 709. ആ കണക്ക് പ്രകാരം 658 ജനിക്കുകയും 709 വഫാത്താക്കുകയും ചെയ്ത അദ്ദേഹത്തിന് വെറും 51 വയസ്സ് മാത്രമാണ് ഈ ഭൂമുഖത്ത് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ അരനൂറ്റാണ്ട് മാത്രം ജീവിച്ച, 51 വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിച്ച അദ്ദേഹം സമയതീരത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ, വലിയ വലിയ സേവനങ്ങൾ, വൈജ്ഞാനിക ലോകത്ത് അദ്ദേഹം സമർപ്പിച്ച വലിയ സംഭാവനകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ അത്ഭുതാവഹമായ വസ്തുതകളാണ് നമ്മൾ കാണുക. അൽ ഹൈക്കം എന്ന നമ്മുടെ ഈ പഠന വിഷയം, നമ്മൾ ഈ പഠന വിധേയമാക്കാൻ പോകുന്ന ഈ ഗ്രന്ഥം, അത് അദ്ദേഹത്തിൻ്റെ കന്നികൃതിയാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണ്. എന്നാൽ കിതാബുൽ ഹൈക്കം മാത്രമായിരുന്നില്ല അദ്ദേഹം രചിച്ചത്. ഒട്ടനേകം ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളുടെ പേര് പറയാൻ പോലും നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഏതാനും ഗ്രന്ഥങ്ങളുടെ പേര് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. അൽ ഖസ്ദുൽ മുജറദ് ഫി മാരിഫത്തിൽ ഇസ്മിൽ മുഫ്രദ്, മറ്റൊരു ഗ്രന്ഥമാണ് താജുൽ അറൂസുൽ ഹാദി, മറ്റൊന്നാണ് അന്നഫഹാത്തു ഫി തസവ്വുഫ്, മറ്റൊന്ന് തംബീഹ് ഫി ത്വരീഖിൽ ഖൗം, മറ്റൊന്ന് അത്തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ, മറ്റൊരു ഗ്രന്ഥം റിസാലത്തുൻ ഫി സുലൂഖ്, മറ്റൊന്ന് റിസാലത്തുൻ ഫിൽ ഖവാഇദി ദീനിയ, മറ്റൊന്ന് ഉൻവാനു തൗഫീഖ് ഫി ആദാബി ത്വരീഖ്, മറ്റൊരു ഗ്രന്ഥം ലതായിഫുൽ മിനൻ. തൻ്റെ ഗുരുവര്യർ അബുൽ അബ്ബാസുൽ മുർസി റഹിമഹുല്ല അവരെക്കുറിച്ചും അവരുടെ ഗുരുവര്യരായ ഇമാം അബുൽ ഹസൻ ഷാദുലി റഹിമഹുല്ല മഹാനവറുകളെക്കുറിച്ചുമുള്ള വിശേഷണങ്ങളും മനാഖിബും ഫളായിലും അവരുടെ ശ്രേഷ്ഠതകളുമൊക്കെ പ്രതിപാദ്യ വിഷയമാകുന്ന ഒരു ഗ്രന്ഥമാണ് ലതായിഫുൽ മിനൻ. ഒട്ടനേകം വ്യാഖ്യാനങ്ങൾ ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥത്തിന് മാത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ മർഖ ഇലൽ ഖുദ്സിൽ അബ്ഖ, മറ്റൊന്നാണ് തുഹ്ഫത്തുൽ ഖില്ലാൻ ഫി നസീഹത്തുൽ ഇഖ്വാൻ, മറ്റൊരു ഗ്രന്ഥമാണ് മിഫ്താഹുൽ ഫലാഹ് വ മിസ്ബാഹുൽ അർവാഹ് ഫി ദിക്രില്ലാഹിൽ കരീമിൽ ഫത്താഹ്. ഇങ്ങനെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇമ്പമൂറുന്ന മധുരതരമായ പേരുകളോടുകൂടിയ, വളരെ ഗഹനമായ പ്രതിപാദ്യങ്ങളോടുകൂടിയ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക ലോകത്തിന്, വിശിഷ്യ ഇസ്ലാമിക ആധ്യാത്മ ശാസ്ത്ര വിജ്ഞാന ശാഖക്ക് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന മഹാൻ 51 വയസ്സ് മാത്രം ഈ ഭൂമുഖത്ത് ജീവിച്ച് സമയതീരത്തിനപ്പുറത്തേക്ക് കടന്നുപോയത്. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹൈക്കമിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയ 41ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിൽ മാത്രം രചിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ആ 41-ൽ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാന മാലയാണ്, ഒരു വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ ഒരു പരമ്പരയാണ് മഹാനായ അഹമ്മദ് സറൂഖി എന്ന മഗ്രിബി പണ്ഡിതൻ എന്ന മൊറോക്കൻ പണ്ഡിതൻ രചിച്ചതെന്ന് പറഞ്ഞല്ലോ. അഹമ്മദ് സറൂഖ് തങ്ങൾ ലോകത്ത് ജീവിച്ചത് വെറും 53 വയസ്സ് മാത്രമാണ്. സാന്ദർഭികമായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വയസ്സിലാണ് കിതാബുൽ ഹൈക്കമിന് അദ്ദേഹം എഴുതിയ അഷ്റഹുൽ അവൽ 1ാം വ്യാഖ്യാന കൃതി. പിന്നെ അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇസ്ലാമിക ലോകത്ത് രാജ്യങ്ങളിൽ പലതിലും അദ്ദേഹം കടന്നു ചെന്നു. അവിടങ്ങളിലൊക്കെ അദ്ദേഹം കടന്നു ചെന്നപ്പോൾ അവിടങ്ങളിൽ കിട്ടിയ ജീവിതാനുഭവങ്ങളും അവിടങ്ങളിൽ നിന്ന് കിട്ടിയ വിജ്ഞാന
വിജ്ഞാനങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഓരോരോ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതുകയായിരുന്നു. ഓരോ രാജ്യങ്ങളിൽ എത്തുമ്പോഴും അദ്ദേഹത്തിന് പുതിയ പുതിയ അറിവുകൾ ലഭിക്കും. അതെല്ലാം അദ്ദേഹം കിതാബുൽ ഹിക്കമിൻ്റെ ഈ വ്യാഖ്യാനത്തോട് ചേർത്ത് വെക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അവിടങ്ങളിലൊക്കെ വെച്ച് ഗ്രന്ഥങ്ങൾ എഴുതുകയാണ്. അങ്ങനെ 37ഓളം വ്യാഖ്യാന കൃതികൾ കിതാബുൽ ഹിക്കമിന് അഹമ്മദ് സറൂഖ് തങ്ങൾ എഴുതി. അദ്ദേഹം ജീവിച്ചതോ വെറും 53 വയസ്സ്. 25ാമത്തെ വയസ്സിൽ തന്നെ 1-ാം ഹിക്കം വ്യാഖ്യാനവും 51ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹിക്കം വ്യാഖ്യാനവും അദ്ദേഹം എഴുതി. പലതും അതിൽ പ്രിന്റഡാണ്. ഇന്ന് ലോകത്ത് അച്ചടിക്കപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. പലതും വിനഷ്ടമായി നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. ഏതായാലും കിതാബുൽ ഹിക്കമിന് അന്ന് പണ്ഡിതന്മാർ, ഇരുത്തം വന്ന പണ്ഡിതന്മാർ, അവർ കിതാബുൽ ഹിക്കമിന് കൊടുത്ത സ്ഥാനം, മഹത്വം, അവരിൽ കിതാബുൽ ഹിക്കം ചെലുത്തിയ സ്വാധീനം, ഇത് ഈ വസ്തുതകളിലൂടെ നമുക്ക് വ്യക്തമായി ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ കഴിയും. കിതാബുൽ ഹിക്കം രചിച്ച ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. അദ്ദേഹം തന്നെ പലയിടത്തും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ. മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹിമഹുല്ല എന്ന ആത്മജ്ഞാനിയായ ആ യുഗപുരുഷനുമായി അദ്ദേഹം സന്ധിക്കാൻ അവസരമുണ്ടായത്. തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ആത്മീയ വിജ്ഞാനങ്ങളിലും ആത്മീയതയിലും വേണ്ടത്ര ശ്രദ്ധയുള്ള ആളായിരുന്നില്ല. ഇൽമു തസവ്വുഫിൽ വേണ്ടത്ര അദ്ദേഹത്തിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യകാലങ്ങളിൽ അദ്ദേഹം വിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ വിജ്ഞാനീയങ്ങളിൽ പലതിലും വ്യുൽപ്പത്തി നേടിയെങ്കിലും തസവ്വുഫിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ ഊന്നാനെന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന രൂപത്തിൽ അതിനോടൊക്കെ ഒരുതരം അവജ്ഞയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ യുവത്വ ദശയിൽ തന്നെ, കൗമാരമോ യുവത്വമോ വിട്ടുകിടന്നിട്ടില്ലാത്ത ആ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അബുൽ അബ്ബാസുൽ മുർസി എന്ന മഹാനുമായി അദ്ദേഹം സന്ധിക്കാൻ അവസരം കിട്ടുന്നത്. അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുമായി സന്ധിക്കാൻ, ഇടപഴകാൻ അവസരം കിട്ടിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ജീവിതത്തിൽ അടിപിടി മാറ്റങ്ങളായി. പിന്നെ അദ്ദേഹം ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രക്ക് ചുക്കാൻ പിടിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യരായ അബുൽ അബ്ബാസുൽ മുർസി. അബുൽ അബ്ബാസുൽ മുർസി തൻ്റെ ശിഷ്യനെ രൂപപ്പെടുത്തിയെടുത്തു, മോൾഡ് ചെയ്തെടുത്തു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്ന് പറയുന്നത് പോലെ തൻ്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യനെ കയ്യിൽ കിട്ടിയ അബുൽ അബ്ബാസുൽ മുർസി രൂപപ്പെടുത്തിയെടുത്തത്, ലോകത്തിന് തന്നെ സമർപ്പിച്ചത്, ലോകത്തിന് വഴികാട്ടിയായ മാർഗദർശകനായ വലിയ ഒരു ആത്മീയ ഗുരുവായിട്ടാണ്. അദ്ദേഹം അഭിമാനപൂർവ്വം അബുൽ അബ്ബാസുൽ മുർസി ഗുരുവര്യർ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. വല്ലാഹി ലാ യമൂതു ഹാദ ശാബ് ഹത്താ യകൂന ദാഇയൻ ഇലല്ലാഹി വമുസ്ലിൻ ഇലൈഹി വല്ലാഹി ലയകൂനന്ന ലഹു ശഅ്നുൻ അളീം വല്ലാഹി ലയകൂനന്ന ലഹു ശഅ്നുൻ അളീം വല്ലാഹി ലയകൂനന്ന ലഹു ശഅ്നുൻ അളീം. 3 തവണ ആവർത്തിച്ച് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന തൻ്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യനെ കുറിച്ച് അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ നൽകിയ സന്തോഷ വാർത്തയും അദ്ദേഹത്തിൻ്റെ ഗുരുത്വവും പൊരുത്തവുമാണ് ആ വാക്കുകളിൽ നിഴലിച്ച് കാണുന്നത്. അദ്ദേഹം പറയാം, വല്ലാഹി ലാ യമൂതു ഹാദ ശാബ് വല്ലാഹി ലാ യമൂതു ഹാദ ശാബ് ഹത്താ യകൂന ദാഇയൻ ഇലല്ലാഹി വമുസ്ലിൻ ഇലൈഹി. ഈ യുവാവ്, ഈ ചെറുപ്പക്കാരൻ മരിച്ചു പോവില്ല, അള്ളാഹുവിലേക്കുള്ള വലിയ ഒരു ദാഴിയായിട്ടും അള്ളാഹുവിലേക്ക് അടിമകളെ കൊണ്ടെത്തിക്കുന്ന ഒരു മാർഗദർശകനായിട്ടും അല്ലാതെ. എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരന് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അനേകായിരങ്ങളെ ആത്മീയ ലോകത്തേക്ക് വഴികാട്ടിയായി കൊണ്ട് നടക്കാൻ, അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിക്കാൻ, അള്ളാഹുവിൽ വിളിക്കാൻ മാത്രമല്ല, അള്ളാഹുവിലേക്ക് ദാഴിയാവാൻ മാത്രമല്ല, വിളിക്കാൻ മാത്രമല്ല, അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിക്കാൻ, ദാഇയൻ ഇലല്ലാഹി വമുസ്ലിൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് വിളിക്കുകയും റബ്ബിൻ്റെ തിരുഹദറത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ആത്മീയ യാത്ര സഫലമാകുന്ന വിധം അവരെ മാർഗദർശനം ചെയ്യുന്ന ഒരു മഹാനായിരിക്കും എൻ്റെ ഈ ശിഷ്യനെന്ന് വളരെ അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ആദരിക്കാൻ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് എല്ലാവിധ ആശംസകളും അർപ്പിക്കാനും പ്രാർത്ഥനകൾ നിർവഹിക്കാനും മഹാനായ അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ വലിയ മനസ്സ് വെച്ചിരുന്നു എന്ന് ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലാഹി ലയകൂനന്ന ലഹു ശഅ്നുൻ അളീം 3 തവണ അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവാണ് സത്യം, എൻ്റെ ഈ ചെറുപ്പക്കാരനായ എൻ്റെ ഈ അരുമ ശിഷ്യന്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് വലിയ ഒരു മഹത്വം ഉണ്ടാവാനിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുമായിരുന്നു എന്ന്. ഈ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ അരുമ ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ പർണശാലയിൽ, അദ്ദേഹത്തിൻ്റെ സാവിയത്തിൽ, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിൽ ചെലവഴിച്ച 10-12 വർഷത്തോളം തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനൊപ്പം ചെലവഴിച്ച അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ ശേഷം ആ സ്ഥാനങ്ങൾ, ഷാദുലിയ തരീഖത്തിൻ്റെ ആ മഹത്വപൂർണമായ ആ നേതൃത്വം, ഹിർക്കയും അതുപോലെ വിലായത്തും അതിൻ്റെ നേതൃത്വവും അദ്ദേഹം പിന്നീട് ഏറ്റെടുക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്.
അങ്ങനെ അബുൽ അബ്ബാസുൽ മുർസിക്ക് ശേഷം അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ആ വഴി, ഷാദുലിയ ത്വരീഖത്തിൻ്റെ ആ ഒരു ആത്മീയ പ്രയാണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് അബുൽ അബ്ബാസുൽ മുർസിക്ക് ശേഷം അതിൻ്റെ നായകത്വം, അതിൻ്റെ തലപ്പത്ത് വരുന്നത്, നായകത്വം ഏറ്റെടുക്കുന്നത് മഹാനായ നമ്മുടെ സ്മര്യ പുരുഷനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന മഹാനവറുകളായിരുന്നു. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം 51 വയസ്സുകാലം മാത്രമാണ് ജീവിച്ചത്. പ്രബല പക്ഷപ്രകാരം കെയ്റോവിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. ഹിജറ വർഷം 709 അദ്ദേഹത്തിൻ്റെ ഖബറിടം കൈറോ പരിസരത്ത്, ഖറാഫ പരിസരത്ത്, അൽ മുഖത്തം പരിസരത്ത് നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ഖബറിടം ഇന്നും ജനസഹസ്രങ്ങൾ ചെന്ന് സന്ദർശിക്കുകയും ആ മഹാനുഭാവൻ്റെ അനുഗ്രഹാശിസ്സുകൾ, അദ്ദേഹത്തിൻ്റെ തബറുക്കും അദ്ദേഹത്തിൻ്റെ ബറക്കത്തും മദതും അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥനാ നിർഭരമായ ഹൃദയങ്ങളോടുകൂടി മഹാനവറുകളെ സ്മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അദ്ദേഹം വൈജ്ഞാനിക ലോകത്ത്, ഈജിപ്തിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറെ പഠിക്കപ്പെട്ട, ഗവേഷണങ്ങൾ ചെയ്യപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഷെയ്ഖുൽ അസ്ഹർ പദവി അലങ്കരിച്ച മഹാന്മാരായ പണ്ഡിതന്മാരടക്കമുള്ളവർ അധ്യക്ഷന്മാരായും അതുപോലെ സംഘാടകരായുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ സംഘടനകൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഓർഗനൈസേഷനുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. സംഘടനകൾ എന്ന് പറയുമ്പോൾ ഇത്തരം ആത്മീയമായ വിജ്ഞാനങ്ങളുടെ പ്രസരണത്തിനും മറ്റും ഊന്നൽ നൽകുന്ന ജംഇയ്യത്തുൽ ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന ഒരു വലിയ പ്രസ്ഥാനം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഷെയ്ഖുൽ അസ്ഹർ ആയിരുന്ന ഒരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ തലപ്പത്ത്. ഷെയ്ഖുൽ അസ്ഹർ അബ്ദുൽ ഹലീം മഹ്മൂദ് എന്ന് പറഞ്ഞ ഒരു മഹാനായിരുന്നു ഈ സംഘടനയുടെ സംഘാടകൻ. ജംഇയ്യത്തു ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി അൽ ഇസ്ലാമിയ, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. അങ്ങനെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ മൂവ്മെൻറ്റുകളുണ്ടായി, അദ്ദേഹത്തിൻ്റെ പേരിൽ ഗ്രന്ഥങ്ങളുണ്ടായി, ഗ്രന്ഥശാലകളുണ്ടായി, കലാലയങ്ങളുണ്ടായി, കലാശാലകളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കിതാബുൽ ഹികം ഒട്ടനേകം ഭാഷകളിലേക്ക് വിവർത്തിതമായി, അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഇറങ്ങി. ഇത്രയും വലിയ ഒരു മഹാനായിരുന്നു ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന മഹാൻ. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ അവർകളെ കുറിച്ച് ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ പിൽക്കാലങ്ങളിൽ പറഞ്ഞു വെച്ചത് തന്നെ ആ മഹത്വത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. ഉദാഹരണങ്ങൾക്ക് വേണ്ടി 1-2 വാക്കുകൾ മാത്രം നമ്മൾ ഉദ്ധരിക്കുന്നു. മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല, ലോകപ്രസിദ്ധനായ പണ്ഡിതനാണല്ലോ ഇബ്നു ഹജർ അൽ അസ്കലാനി. ഹിജ്റ വർഷം 852 അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ഈ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെക്കുറിച്ച് അദ്ദുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇബ്നു അതാഇല്ല എന്നവർ സാഹിബ് ഇബ്നു അതാഇല്ല അഷ്ശൈഖ് അബൽ അബ്ബാസ് അൽ മുർസി സാഹിബ് ഷാദുലി വസന്നഫ ഫീ മനാഖിബിഹി വമനാഖിബി ശൈഖിഹി ഷാദുലി വകാന അൽ മുതകല്ലിമ അലാ ലിസാനി സൂഫിയ്യത്തി ഫീ സമാനി. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന മഹാൻ അബുൽ അബ്ബാസ് അൽ മുർസി എന്ന മഹാന്റെ സഹവാസിയായി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി എന്നർത്ഥം. അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ശിഷ്യനായിരുന്നു അബുൽ അബ്ബാസുൽ മുർസി. ആ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ സഹവാസത്തിൽ കാലം ചെലവഴിച്ചു ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. വസന്നഫ ഫീ മനാഖിബിഹി വമനാഖിബി ശൈഖിഹി ഷാദുലി, തൻ്റെ ഗുരു അബുൽ അബ്ബാസുൽ മുർസിയെക്കുറിച്ചും ആ ഗുരുവിൻ്റെ ഗുരുവായ ഇമാം ഷാദുലിയെക്കുറിച്ചുമൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി. വകാനൽ മുതകല്ലിമ അലാ ലിസാനി സൂഫിയ്യത്തി ഫീ സമാനി, തൻ്റെ കാലഘട്ടത്തിൽ സൂഫി ലോകത്തിനു വേണ്ടി സംസാരിച്ച അവരുടെ വക്താവായിരുന്നു, സ്പോക്സ്മാൻ ആയിരുന്നു. അൽ മുതഹദ്ദിസ് ബിസ്മി അൽ മുതകല്ലിമ അലാ ലിസാനി, സൂഫിയത്തിൻ്റെ അഥവാ സൂഫി പണ്ഡിതരുടെ, സൂഫി വര്യരുടെ നാവായിരുന്നു, അവരുടെ സംസാരമായിരുന്നു, അവരുടെ വക്താവായിരുന്നു മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്നാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇമാം ദഹബി ഹിജ്റ വർഷം 748 വഫാത്തായ ഇമാം ദഹബി തങ്ങൾ പറയാൻ, കാനത്ത് ലഹു ഐ ഇബ്നു അതാഇല്ല ജലാലത്തുൻ അദീമ വവഖഉൻ ഫിൻ നുഫൂസ് വമുശാറകത്തുൻ ഫിൽ ഫളാഇൽ വകാന യതകല്ലമു ബിൽ ജാമിഇൽ അസ്ഹർ ഫൗഖ കുർസിയ്യിൻ ബികലാമിൻ യുറവ്വിഹു നുഫൂസ്. അല്ലാമ ദഹബി സാക്ഷ്യപ്പെടുത്തുക, ചരിത്രകാരനും അതുപോലെ വലിയ ഗ്രന്ഥകാരനുമായിരുന്ന ദഹബി ഇമാം പറയാം, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് ജനമനസ്സുകളിൽ വലിയ സ്ഥാനമായിരുന്നു, പണ്ഡിതന്മാരിലും സാധാരണക്കാരിലും വലിയ സ്വാധീനമായിരുന്നു. അദ്ദേഹം വലിയ ശ്രേഷ്ഠതകളുടെ വ്യക്തിത്വമായിരുന്നു. ജാമിഉൽ അസ്ഹറിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കസേര ഇടുമായിരുന്നു. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമായിരുന്നു, പ്രഭാഷണങ്ങൾ നിർവഹിക്കുമായിരുന്നു, ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. യുറവ്വിഹു നുഫൂസ്, അത് ആത്മാവുകൾക്ക്, അനേകരുടെ ആത്മാവുകൾക്ക് അത് വലിയ സമാധാനവും ശാന്തിയും ആത്മീയമായ ഉൾവെളിച്ചവും നൽകുന്നതായിരുന്നു എന്ന്.
അതുപോലെ അല്ലാമ ഇബ്നുൽ ഹദൽ എന്നവർ പറയുന്നുണ്ട്, കാന ഇബ്നു അതാഇല്ല ആരിഫൻ ബില്ല ഷെയ്ഖ് ത്വരീഖൈൻ വ ഇമാം അൽ ഫരീഖൈൻ കാന ഫഖീഹൻ ആലിമൻ. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ഇരുവഴികളുടെയും അഥവാ ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഒക്കെ ഇമാമായിരുന്നു, മാർഗദർശിയായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹത്തിന് സൂഫികളോട് അല്പം വിരക്തിയായിരുന്നു. കാന യുൻകിർ അല സൂഫിയത്തി ഫി ബിദായത്തി അംരി സുമ്മ ജദബത്തുഹുൽ ഐനായ. പിന്നീട് അദ്ദേഹത്തിന് കാര്യമായ ഒരു ഐനായത്ത്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായൊരു പരിഗണന അദ്ദേഹത്തെ ആകർഷിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇലാഹിയായൊരു മദദ്, ദൈവികമായൊരു സഹായം, ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ ആദ്യകാല സൂഫി വിരക്തിയും വിരോധവും മാറ്റി നിർത്തി ഫസഹിബ ഷെയ്ഖ് ഷുയൂഖുൽ മുർസി, ഷെയ്ഖന്മാരുടെ ഷെയ്ഖായ ഗുരുക്കന്മാരുടെ ഗുരുവായ മഹാഗുരുവര്യർ അല്ലാമ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ ശിഷ്യത്വം അദ്ദേഹം വരിച്ചു. വഫുതിഹ ലഹു അലാ യദൈ, അദ്ദേഹത്തിന് അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ കൈകളാൽ അദ്ദേഹത്തിന് ഫതഹ് നൽകപ്പെട്ടു. വലഹു ഇദ്ദതു തസാനീഫ് മിൻഹൽ ഹികം വകുല്ലുഹാ മുഷ്തമില അലാ അസ്റാർ വമആരിഫ് വഹികം വലതായിഫ്. കിതാബുൽ ഹികം അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ കൃതിയാണ്. അതിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ഒരുപാട് ഉൾപ്പൊരുളുകളും സാരാംശങ്ങളുമാണ്, തത്വജ്ഞാനങ്ങളും തത്വോപദേശങ്ങളുമാണ് എന്നാണ് ഇവിടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. മഹാനായ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ മതിപ്പും സ്നേഹവും പ്രാർത്ഥനയും വാത്സല്യവും വേണ്ടുവോളം സമ്പാദിക്കാൻ സാധിച്ച മഹാഭാഗ്യവാനായ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് അബുൽ അബ്ബാസുൽ മുർസി എന്ന ഗുരുവര്യർ പറഞ്ഞത് ചരിത്രങ്ങളിൽ കാണാം. അദ്ദേഹം പറയാ, ഗുരുവര്യർ പ്രിയപ്പെട്ട ശിഷ്യനോട്, നമ്മുടെ സ്മര്യ കഥാപുരുഷൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് ഒരിക്കൽ പറയാണ്, വല്ലാഹി ഇൽസംനി യാ ബുനയ്യ വല്ലാഹി ലഇൻ ലസിംതനി ലതകൂനന്ന മുഫ്തിയൻ ഫിൽ മദ്ഹബൈൻ. എൻ്റെ പ്രിയപ്പെട്ട അരുമപുത്ര, നീ എൻ്റെ കൂടെ തന്നെ ചിലവഴിച്ചോളൂ, എൻ്റെ കൂടെ തന്നെ നീ സഹവസിച്ചു കൊണ്ടിരിക്കുക, എന്നാൽ നിനക്ക് വലിയ ഭാവിയുണ്ട്. രണ്ട് മദ്ഹബുകളിലും, അഥവാ മദ്ഹബു അഹ്ലി ശരിയ മദ്ഹബു അഹ്ലിൽ ഹഖീഖ, ശരിയാത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും മദ്ഹബുകളിൽ, രണ്ട് വിജ്ഞാനീയങ്ങളിലും നീ വലിയ ആശ്രയമാകും, വലിയ മുഫ്തിയാകും, ജനസഹസ്രങ്ങൾക്ക് മാർഗദർശിയാകും. ഇങ്ങനെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ എല്ലാ പ്രാർത്ഥനയും വാത്സല്യവും വരവും അനുഗ്രഹാശിസ്സുകളും ലഭിച്ച ഒരു ശിഷ്യനായിരുന്നു ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലയുടെ ശീർഷരായ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായ സഹപാഠികളായ മഹാന്മാരുടെ പേരുകൾ കേട്ടാൽ തന്നെ നമ്മൾ അവരോടുള്ള ആ മതിപ്പ്, അവരോടുള്ള ബഹുമാനം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ സതീർത്ഥരിൽ പ്രമുഖരായിരുന്നു മഹാനായ ഇമാം ബൂസീരി. ഖസീദത്തുൽ ബുർദ രചിച്ച ഇമാം ബൂസീരി അദ്ദേഹത്തിൻ്റെ സതീർത്ഥരിൽ പ്രധാനിയായിരുന്നു. അതുപോലെ അബ്ദുൽ വഹാബ് ഷാറാനി, ഇങ്ങനെയുള്ള ഒട്ടനേകം മഹാരഥന്മാർ അദ്ദേഹത്തിൻ്റെ സതീർത്ഥരായിരുന്നു എന്നതു തന്നെ ആ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇസ്ബിൻ അബ്ദുസ്സലാം, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി, ഇമാം ബൂസീരി, ഇവരൊക്കെ അല്ലാമ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ ആ ശിഷ്യ ശ്രേണിയിൽ, ആ ശിഷ്യ സമ്പത്തിൽ വരുന്ന മഹാന്മാരാണ്. ഇനി കിതാബുൽ ഹികം പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖ ഭാഷണമായ ഇന്നത്തെ ഈ സദസ്സിൽ, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ, കിതാബുൽ ഹികമിൻ്റെ രചനാപരമായ ചില വിശേഷണങ്ങൾ കൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു പഠന സദസ്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കിതാബുൽ ഹികം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഹിക്മത്ത് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഹികം. തത്വജ്ഞാനം, അതുപോലെ തത്വജ്ഞാനം, തത്വോപദേശം എന്നൊക്കെയാണ് ഹിക്മത്ത് എന്ന പദത്തിന് നമുക്ക് പറയാവുന്ന ഒരു വിവക്ഷ. തത്വോപദേശങ്ങളും തത്വജ്ഞാനങ്ങളുമാണ് 264ഓളം തത്വജ്ഞാനങ്ങളും തത്വോപദേശങ്ങളുമാണ് കിതാബുൽ ഹികമിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും 4 അധ്യായങ്ങളാണ്. ഒന്നാം അധ്യായം അൽ ബാബുൽ അവൽ ഫിഹ അതിൽ 15 ഹിക്മത്തുകളുണ്ട്. 15 ഹിക്മത്തുകളാണ് തത്വോപദേശങ്ങളും തത്വജ്ഞാനങ്ങളുമാണ് ഒന്നാം ഭാഗത്തിൽ. അതിൽ തവക്കുൽ അലല്ലാഹ്, അതുപോലെ അദ്മുൽ ഇഅ്തിമാദി അലൽ അസ്ബാബ്, അള്ളാഹുവിലെല്ലാം പരമേൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതുപോലെ 2-ാം അധ്യായത്തിൽ തസ്കിയത്തുൻ നഫ്സ്, ആത്മസംസ്കരണം. 3-ൽ അസ്സുലൂഖ് വൽ അഖ്ലാഖ്, ആത്മീയതയുടെ വഴിയിൽ പ്രവേശിക്കുന്നവന് ആ പ്രവേശനത്തിൻ്റെ അടയാളങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ നിബന്ധനകളും അവ പുലർത്തേണ്ട ഒരു ആത്മീയ ജ്ഞാനി, അല്ലെങ്കിൽ ആത്മീയ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മജ്ഞാനി അവന് പുലർത്തേണ്ട സ്വഭാവങ്ങളും അതിൻ്റെ കോഡ്സ് ഓഫ് കോണ്ടക്ട്സുമൊക്കെയാണ്. അതുപോലെ റാബിഅ മുനാജാത്തുള്ള, അള്ളാഹുമായി സംവദിച്ചുകൊണ്ടുള്ള റബ്ബുമായുള്ള സംഭാഷണം, ആത്മീയതയുടെ മാധുര്യം ഇറ്റി നിൽക്കുന്ന, മാധുര്യം മുറ്റുന്ന, അല്ലെങ്കിൽ ആത്മീയതയും അള്ളാഹുവിലുള്ള ആ സ്നേഹവും അള്ളാഹുവോടുള്ള ദിവ്യാനുരാഗം വഴിഞ്ഞൊഴുകുന്ന ആ മുനാജാത്ത് സംഭാഷണം, ദിവ്യാനുരാഗത്തിൻ്റെ മഹിതമായ ഒരു തലമാണത്. അതാണ് മറ്റൊരധ്യായം. ഇൻഷാ അള്ളാഹ് ഈ പഠന പരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ ഹിക്മത്തുകൾ, ആ തത്വോപദേശങ്ങൾ, തത്വജ്ഞാനങ്ങൾ, അവയിൽ ഉൾച്ചേർന്നിരിക്കുന്ന സാരാംശങ്ങൾ ഒക്കെ നമുക്ക് അനുഭവവേദ്യമാകും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ ആമുഖ എപ്പിസോഡിൽ തന്നെ നമുക്ക് പറയാനുള്ളത്, കിതാബുൽ ഹിക്കം എന്നത് പ്രൗഢമായ ഒരു മഹിതമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ മഹിമയും ഗരിമയും അർഹിക്കുന്ന വിധം ആ ഗ്രന്ഥത്തെ ഉൾക്കൊള്ളാനോ അത് പറയാനോ പരിചയപ്പെടുത്താനോ ഉള്ള യോഗ്യത നമുക്കാർക്കുമില്ല. വിശിഷ്യ ഈ പറയുന്ന ഉള്ളവനില്ല. ആ യോഗ്യത ഒട്ടുമില്ലാത്ത അയോഗ്യനായ ഒരു വ്യക്തിയാണെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് കിതാബുൽ ഹിക്കമിൻ്റെ താളുകൾ മറിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ അനുഗ്രഹിച്ച മഹാന്മാരായ ഈ ഗുരുവര്യർ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെപ്പോലെയുള്ള മഹാരഥന്മാരുടെ അനുഗ്രഹാശിസ്സുകളും അവരുടെ ബറക്കത്തുകളും അവരുടെ അംദാദുകളും നമ്മുടെ മേലിലും നമ്മുടെ ശ്രമങ്ങളുടെ മേലിലും അള്ളാഹു എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി കിതാബുൽ ഹിക്കമിലൂടെയുള്ള ആ പഠന യാത്ര നമുക്കൊന്നിച്ചു തുടങ്ങാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വജസാക്കുമുല്ലാഹു ഖൈറ വശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.